നമോ ഭഗവതേ വാസുദേവായ. ദശകം 11, ശ്ലോക 2. മനോജ്ഞനൈശ്രേയസ കാനനദ്യൈഃ അനേകവാപി മണിമന്ദിരൈഃ ച അനോപമം തം ഭവതഃ അഗ്നികേതം മുനീശ്വരാः പ്രാപുഃ അതീതകക്ഷ്യാः. മനോജ്ഞ, മനോഹരം. നൈശ്രേയസ, വളരെ ശ്രേയസ്സുള്ള പേര്. കാനനം, ഉദ്യാന്തം. ആദ്യൈഹി, മുതലായവയെ കൊണ്ട്. അനേക, ധാരാളം. കവാപി, തടാകങ്ങൾ. മണിമന്ദിരൈഹി, മണിമാളികകൾ കൊണ്ട്. അനോപമം, അതുല്യം. തം, ആ. ഭവതഃ, ഭഗവാന്റെ. നികേതം, വാസഗൃഹം. മുനീശ്വരാഹ, മുനിമാർ. പ്രാപുഹു, എത്തിച്ചേർന്നു. അതീതകക്ഷ്യാഹ, 6 മതിൽ കടന്ന്. അപ്പോൾ ഈ ദശകത്തിൽ ഹിരണ്യകശിപുവിന്റെയും ഹിരണ്യാക്ഷന്റെയും ജനനത്തെ കുറിച്ചാണ് കാണുന്നത്. ഈ സമയത്തിൽ നമ്മുടെ ദിവ്യന്മാരായ സനകാദികൾ അങ്ങനെ വളരെ ആഗ്രഹിച്ച് ഭഗവാനെ കാണുവാൻ വേണ്ടി വൈകുണ്ഠത്തിൽ എത്തുന്നു. അങ്ങനെ വൈകുണ്ഠ കവാടത്തിൽ കാണുമ്പോൾ അതിമനോഹരമായ ഉദ്യാനങ്ങൾ കാണുകയും അവിടെ ധാരാളം തടാകങ്ങൾ കാണുകയും അവിടെയുള്ള മണിമാളികയെല്ലാം അതുല്യമായി മനോഹരിത കൊണ്ട് നിറഞ്ഞു നിന്നു. അത് മാത്രമല്ല, സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വാസഗൃഹം, അതിൽ 6 മതിൽ കടന്ന് ആ ഭഗവാന്റെ വാസഗൃഹത്തിന്റെ മുന്നിൽ എത്തിച്ചേർന്നു നമ്മുടെ സനകാദി മുനികൾ. ഇതാണ് ഈ ശ്ലോകത്തിന്റെ വിശദീകരണം. മനോജ്ഞൈശ്രേയസ കാനനാദ്യൈഃ അനേകവാപി മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീതകക്ഷ്യാഃ. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.